ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സോഫി മനേഷ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രേണു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ വന്ന് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അത് വലിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല, വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ രേണു ചേച്ചിക്കും അത് ഇപ്പം ഈ ഒരു നമ്മുടെ കിച്ചൊന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് അതും ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോഴേക്കും രേണു ചേച്ചിക്ക് മൊത്തം ചാകരയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റ നിറഞ്ഞു കവിഞ്ഞ് റീച്ചോട് റീച്ചാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ വെറുതെ വഴുതി പോയി വേറെ വള്ളിക്കെട്ടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞ പ്രശ്നം അല്ലെങ്കിൽ കിച്ചു സംസാരിച്ച കാര്യങ്ങൾ ഒന്നും രേണു ചേച്ചി ഡയറക്റ്റ് എടുത്ത് വെച്ച് പറയുന്നില്ല. പക്ഷെ പറയാത്ത പല കാര്യങ്ങളും, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെ വെറുതെ വഴി കൂടെ പോകുന്ന വള്ളിക്കെട്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് എന്തിനാണെന്നറിയില്ല. ചിലപ്പം ഒരു പിടിവള്ളി കിട്ടിയതായിരിക്കാം വേണമെങ്കിൽ നമ്മുടെ കിച്ചുവിൻ്റെ വീഡിയോ. അപ്പം അത് കിട്ടിയപ്പം രേണുവിന് പുതിയ വള്ളിക്കെട്ടുകൾ വേറെ ഉണ്ടാക്കുന്നതിലും നല്ലത് കിട്ടിയൊരു വള്ളിയിൽ പിടിച്ചു തൂങ്ങി അതിനെക്കുറിച്ച് 10 പറഞ്ഞ് കുറച്ച് കാലം അങ്ങ് പോവാമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ചുമ്മാ ആരും ഒന്നും പറയാത്ത കാര്യങ്ങൾ വെറുതെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് കണ്ടു. എങ്ങനെ ഇതിൻ്റെ ഇടയിൽ ആൾ ഫുൾ ബിസിയാണ്. നമ്മുടെ എന്താ പറയുക, ബാറിലും റെസ്റ്റോറൻറ്റിലും അവിടെ ഇവിടെയും ഉദ്ഘാടനം, പിന്നെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ തിരക്ക്, അങ്ങനെ മൊത്തത്തിൽ തിരക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതൊക്കെ ഇങ്ങനെ വന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ രേണു ചേച്ചിനെ സമ്മതിക്കണം. രേണു ചേച്ചി ആവില്ല. ചിലപ്പം രേണുവിന് മാനേജറുണ്ട്, പിന്നെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോരോ ഉണ്ടാകുന്ന രേണുവിനെ റിലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ വീഡിയോസ് ആയാലും രേണുവിന് എതിരെ ആര് സംസാരിച്ചാലും അതിലെ പോയിന്റ് വൈസ് കൊടുത്ത്, അതായത് ആ സംഭവം ചുരുക്കി, നമ്മളിപ്പോൾ വലിയ എസ്സേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കി ഷോർട്ടാക്കി രേണുവിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നി രേണു ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു ഇട്ടിരിക്കുന്ന വീഡിയോ അതാകെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഇപ്പം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. ഒന്ന് ആ വീഡിയോനെ വെച്ച് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് അതിൽ കിച്ചു എന്താ പറഞ്ഞതെന്ന് ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എത്രയോ ബെറ്റർ ആയിരിക്കും. കിച്ചു എന്താ പറഞ്ഞേക്ക, രേണുവിന് ഇത്രയും പ്രശ്നം ഉണ്ടാവാനായിട്ട്, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് എന്താ ഉണ്ടായേക്കണേന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആരെന്ത് പറയുന്നു, അല്ലെങ്കിൽ കമൻറ്റ് വായിക്കാൻ നേരല്ലേ രേണുവിന്, റിയാക്ഷൻ വീഡിയോ കാണാൻ നേരല്ലേ രേണുവിന്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ രേണു അറിയുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. ബിബിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് രേണു പറയുമ്പോൾ ആ പുള്ളിക്കാരി എന്തായാലും ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നത് നന്നായിട്ട് അറിയാം. അങ്ങനെ പ്രതികരിക്കുമ്പോൾ വീണ്ടും രേണുവിന് എന്തെങ്കിലും തിരിച്ചു പറയാം, പിന്നെ വീണ്ടും ഷിഫിന് എന്തെങ്കിലും തിരിച്ചു പറയാം. അങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് രേണുവിന് അറിയാം. ഇതൊരു റീച്ചാവുന്ന കണ്ടന്റാണ്, കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു കണ്ടന്റാണ്. അപ്പോൾ രേണുവിനും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് താല്പര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇപ്പം രേണു ഇതൊന്നും കാണാത്ത ഒരാളാണ് രേണുവിൻ്റെ പറച്ചിലിന്ന്. കാരണം രേണു ഈ റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റുകളോ ഒരു കാര്യങ്ങളും കാണാത്ത ഒരാളാണ്. അപ്പോൾ എങ്ങനെ ഈ കറക്റ്റ് ഇങ്ങനത്തെ വീഡിയോ എന്തിനു കണ്ട് ഇത്രമാത്രം രേണുവിന് ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, നെഗറ്റീവുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന് പറയുന്ന രേണു എന്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ റിയാക്ട് ചെയ്യാനായിട്ട് വരുന്നു. അതായത് ഷെഫിന ബീവിയാണ് ഇത് തുടങ്ങി വെച്ചത്. ശരിക്കും ആരാണ് ഇത് തുടങ്ങി വെച്ചത്? രേണു തന്നെയാണ്. കിച്ചു ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഒരു വിഷമം, കിച്ചുവിൻ്റെ ജീവിതത്തിലുള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഒരു വീഡിയോ ഇട്ടുമെന്ന് വെച്ച് രേണുവിന് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവാൻ എന്തിരിക്കുന്നു? വെറുതെ അതിൽ നിന്ന് ഇപ്പോൾ ഓരോന്ന് കുത്തിപ്പൊക്കി പല കാര്യങ്ങളും പറയുന്നത് രേണു തന്നെയല്ലോ. ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്ക്. രേണു തന്നെയാണ് പല കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. രേണുവും അതാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണത്. അല്ലെങ്കിൽ ഈ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കും. നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ കുടുംബത്തിൽ അതന്നെ അതും പറയുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എനിക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇടാൻ ആഗ്രഹമില്ല. ആരാണ് ഇത് തുടങ്ങി വെച്ചതെന്ന് രേണു തന്നെ പറയുന്നുണ്ട്. ആരാ തുടങ്ങി വെച്ചത്? ഇനിയിപ്പോൾ ആര് തുടങ്ങി വെച്ചാൽ രേണു എന്തിനാ ഇത് ഈ കിടന്ന് ഒരാൾ നിർത്തി വെച്ചാൽ രേണു എന്തിനീ കിടന്ന് ഓരോന്ന് വേറെ പുതിയ കാര്യങ്ങൾ പൊക്കി കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും? അപ്പോൾ ആർക്കാണ് ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കേണ്ട ആഗ്രഹം? ഇപ്പം ഷെഫിന ബീവിക്ക് ഇതല്ലെങ്കിൽ വേറെ വിഷയം കിട്ടും. ആള് പലതിനും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്ക് രേണു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടും. രേണുവിനാണ് ശരിക്കും രേണു ഇങ്ങനെ ഒരു വൈറലായി അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കണ്ടന്റായി നിൽക്കേണ്ട ആവശ്യം ശരിക്കും രേണുവിന് തന്നെയാണ്, അല്ലാണ്ട് വേറെ ആർക്കും അല്ല. അപ്പം അതിന് റിയാക്ഷൻ ചെയ്യുമ്പോൾ വെറുതെ പിന്നെ കൂടുതൽ പറയാതിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ തുടങ്ങി വെച്ചിട്ടും ഇല്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ചോദിക്കുന്നവരുടെ ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിൻ്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അത്
ഷെഫീന ബീവി ചോദിച്ചിട്ടാണ് കിച്ചുവിന് കാശ് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇട്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വന്നത് ഷെഫീന ചോദിച്ചുകൊണ്ടാണെന്നാണ് രേണു പറയണത്. ഈ ഷെഫീന എന്ന് പറഞ്ഞ ആരാണ്? ഈ ഷെഫീന ബീവി ചോദിച്ചെങ്കിൽ തന്നെ രേണുവിന് ഇതൊക്കെ വെച്ച് കാണിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ പലരും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടല്ലോ, അതിനുള്ള മറുപടി ഒന്നും രേണു പറയണില്ലല്ലോ. ഈ ഷെഫീന ബീവി ചോദിച്ചപ്പോഴേക്കും അവിടേക്ക് പോയപ്പോൾ രേണു എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ കൊണ്ടുപോയി, അത് ഫുള്ളും എക്സ്പ്ലെയിൻ ചെയ്ത് A to Z എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോൾ കിച്ചുവിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതിന്റെ സ്ക്രീൻഷോട്ട് ഫുള്ളും അയച്ചു കൊടുക്കും. ഇതിന് മാത്രം ഷെഫീന ബീവിക്ക് എന്തിനാണ് രേണു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം? എന്നിട്ട് പറയുന്നത് ഞാനിതൊക്കെ ആളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ രേണു എന്താ ഉദ്ദേശിക്കുന്നത്? രേണു സ്വന്തമായിട്ട് ഓരോരോ കണ്ടന്റുകൾ സൃഷ്ടിക്കുകയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഞങ്ങൾ ആ കണ്ടന്റുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ സൃഷ്ടിക്കുന്ന ആള് രേണു തന്നെയാണ്. അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇട്ട് ഇതായി കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ ഋതപ്പനെ എടുത്തിട്ട് എന്തിനാ വെറുതെ ഇടക്കിടക്ക് കാണാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഭയങ്കര ഹൈപ്പിൽ പോകുന്ന സമയത്ത് രേണുവിന് കുറച്ച് നെഗറ്റീവ് കിട്ടി തുടങ്ങിയെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഋതപ്പനെ എടുത്തുകൊണ്ട് വരും. എന്തെങ്കിലും ഒരു സെൻഡി ചെറിയ വീഡിയോയോ എന്തെങ്കിലും ഒരു സാധനം ഇടും. ഞാൻ അവിടെ വെക്കാം, ഇൻസ്റ്റയിൽ വെച്ചിരുന്നത്, അല്ല ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. അപ്പൊ എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? ഋതപ്പനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഋതപ്പനെയും കൂടി എടുത്ത് വെച്ച ആൾക്കാർ പറയണോ? ഒരു കിച്ചുവും എയറിലായതുകൊണ്ട് രേണു ഓൾറെഡി എയറിലാണ്. ഇനിയിപ്പോൾ ഋതപ്പനെയും കൂടി കൊണ്ടുവന്നിട്ട് എന്തിനും എടുത്ത് പറയണേ? അതാണ് രേണുവിന്റെ വിഷമം. ഋതപ്പനെ കുറിച്ച് ആരൊന്നും പറയണില്ല, ഋതപ്പനെ ഓർക്കാറില്ല. അതാണ് അടുത്തത് രേണുവിന്റെ വിഷമം. അപ്പൊ വെറുതെ രേണു തന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി, രേണു തന്നെ എയറിൽ പോവും. ആൾക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ, അതായത് കിച്ചു ആ വീഡിയോ ഇട്ടപ്പോൾ കിച്ചുവിന് കുറെ സപ്പോർട്ട് പോയി. അത് പക്ഷെ രേണുവിന് പറ്റുന്നില്ല, അതാണ് മെയിൻ കാര്യം. അപ്പൊ അത് വന്നപ്പോൾ രേണുവിന് കുറെ പേര് എതിരായി, രേണുവിനെ സപ്പോർട്ട് ചെയ്തവരും കൂടി കുറെ പേര് രേണുവിന് എതിരായി. അപ്പൊ അത് രേണുവിന് പറ്റുന്നില്ല. അതിന്റെ പൊട്ടിത്തെറികളും കാര്യങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. രേണുവിനെ അത് തേച്ച് മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. കമന്റിലൂടെ വന്നിങ്ങനെ തെറി പറഞ്ഞിട്ട് ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ? ആവശ്യമാണ് ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മളൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുദിനെ കാണുന്നത്. അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്ക് നമ്മെ മെമ്മമാരൊന്നുമില്ലേ വന്നിങ്ങനെ തെറി പറയാം ഇല്ലേ? എന്തിനാ ഇങ്ങനെ തെറി വിളിക്കുന്നത്? ഒരു മനസ്സാക്ഷിയില്ലേ? അപ്പൊ ഇതാരാന്ന് അറിയില്ല. ആരാന്ന് വെച്ചാലും എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ രേണുവിന്റെ അടുത്ത ആൽബത്തിനുള്ള നായകനാന്ന് തോന്നുന്നുണ്ട്. അടുത്ത ആൽബത്തിനുള്ള നായകൻ റെഡി. സെലക്ട് ചെയ്ത ആള് കൊള്ളാം, നല്ല അഭിനയം. അടുത്ത ആൽബം എന്തായാലും ഹിറ്റ് ആവും, നല്ല ഭാവിയുള്ള ഒരു നായകനാണ്. എങ്ങനെ അല്ല, ഇത് അഭിനയം എന്ന് വെച്ചാൽ പക്ക നല്ല അടിപൊളി ഫുൾ മാർക്ക് കൊടുത്തിരിക്കുന്നു, നന്നായിട്ടുണ്ട്. പക്ഷെ കരയുമ്പോൾ കണ്ണുനീര് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രം ഞാൻ അതിൽ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ പെർഫെക്റ്റ് സാധനമാണ്. അടുത്ത ആൽബം എന്തായാലും ഹിറ്റ് ആവും, നായകൻ എന്തായാലും പൊരിച്ചു. അപ്പൊ അടുത്ത വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം കണ്ടു രേണു കിച്ചു വീഡിയോ ഇറക്കിയതിന് ശേഷം രേണുവിന് എന്താ പറയണ്ടേ, എങ്ങനെ വെളുപ്പിക്കാന്ന് നോക്കി അവസാനം രേണു പറയാത്ത കാര്യങ്ങൾ. കിച്ചു അതിൽ ഇങ്ങനെ മരിച്ച് പോകുന്ന സമയത്ത് ഇവര്, അതായത് രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് ആരെങ്ങാണ്ട്. രേണുസുതി അതിൽ ആ ഒരു കഥയിലേ ഇല്ല. അപ്പോഴേക്കും രേണു എന്നിട്ട് ഇത് എവിടെന്നാ എന്താ കിട്ടിയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ വല്ല കമന്റിലാണോ എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ ഇതൊന്നും കാണാത്ത ഒരാൾ, വീഡിയോയും കാണില്ല, ഒന്നും കാണില്ലാത്ത ആൾ കമന്റിൽ നിന്ന് വായിച്ചിട്ടാണോ എന്താണോ എന്ന് അറിയില്ല. വന്നിട്ട് ഞാൻ സുചേട്ടൻ മരിച്ച സമയത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു രേണുവേ, ആ വീഡിയോയില് പാവം കിച്ച് അങ്ങനെ ഒരു വാക്ക് രേണുവിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലുമില്ല. ഇത് ഫസ്റ്റ് വന്നിരുന്ന സമയത്ത് ഈ വീഡിയോയാണ്, കിച്ചിന്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വന്നിരുന്നത് ഈ സാധനമായിരുന്നു. രേണുവിനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാണ്ട് ഒരു സാധനം കിട്ടിയിട്ട് അത് എവിടുന്ന് എന്താണെന്ന് രേണു പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ഏതാണ്ട് കിച്ചു ആ വീഡിയോയിൽ പറഞ്ഞ രീതിയിലാണ് രേണു പറഞ്ഞേക്കണത്. പക്ഷെ ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ആകെ ആ വീഡിയോ കാണാത്തത് എനിക്ക് തോന്നുന്നുണ്ട് രേണു മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആദ്യം പോയി കാണും. അപ്പൊ കണ്ടവർക്കൊക്കെ എന്തായാലും കാര്യം അറിയാം. അപ്പൊ അതിനും കുറെ എല്ലാവരും ചോദിച്ചപ്പോൾ അത് കയ്യിൽ പോയി. അപ്പൊ അടുത്ത സാധനമായിട്ട് വന്ന് ഇപ്പൊ വന്നിരിക്കുന്ന സാധനമാണ് നമ്മുടെ തങ്കച്ചൻ ചേട്ടനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാം. സുധിച്ചേട്ടൻ മരിക്കുമ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകുന്ന ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റൊന്നും നോക്കിയിട്ട്. അപ്പൊ രേണുവിന്റെ നാടകം പൊളിഞ്ഞപ്പോൾ രേണു ഫുഡ് കഴിക്കാൻ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി എന്നുള്ള നാടകം
പൊളിഞ്ഞപ്പോൾ, അതായത് നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണല്ലോ, ജനങ്ങൾ മൊത്തം ആ വീഡിയോ കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ആരും ആ പറഞ്ഞ കാര്യത്തിന് ആരും സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ രേണുവിന് അത് പറ്റാതായി. അപ്പോൾ അടുത്തൊരു സാധനം തപ്പി അവസാനം ഇപ്പോൾ തങ്കച്ചൻ ചേട്ടനെയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലിടാനായിട്ട് ബാക്കി, അതായത് ഈ പ്രശ്നത്തിൽ അതായത് അളിയൻ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ശരിക്കും കഥയിലുള്ളവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ കഥയിലില്ലാത്ത എല്ലാവരുടെ കാര്യമാണ് രേണു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ വെച്ച് എന്താ പറയണമെന്നുണ്ടെങ്കിൽ, ഈ കാശ് ഇത്ര രൂപ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നണ പോലെ കമന്റിൽ വന്ന കാര്യമായിരിക്കും ഈ ഹോസ്പിറ്റൽ ബില്ലിൽ നിന്ന്, അതായത് ഈ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചെലവ് മറ്റേ ഫ്ലവേഴ്സുകാരാണല്ലോ വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇവർ കാശി മുക്കിന്ന് ഉള്ള രീതിയിൽ ഇനിയിപ്പോൾ കമൻറ്റിലാണോ ഇനി റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രേണു ഇതൊന്നും കാണാത്ത ഒരാളാണല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ എടുത്ത് വെച്ച് പ്രതികരിക്കാനിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞു. എന്തായാലും അതിനെക്കുറിച്ച് പറയണത് വമ്പം അല്ല, നമ്മുടെ തങ്കച്ചൻ ചേട്ടന് വയ്യാണ്ട് കിടന്നിട്ടുണ്ടാവും, അറിയില്ല. അതിപ്പോൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് അന്വേഷിച്ച് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പം തങ്കച്ചൻ ചേട്ടന് വയ്യാണ്ട് എന്തോ യൂറിന് ട്യൂബ് ഇട്ടിട്ട് എന്തോ ബ്ലഡ് വരെ വരുന്ന അവസ്ഥയായിരുന്നു, തല കറങ്ങി ബോധമില്ലാണ്ട് സീരിയസ് ആയി കിടക്കുന്ന അവസ്ഥയായിരുന്നു എന്നൊക്കെ പറയണത്. തല കറങ്ങി ബോധമില്ലാതെ സീരിയസ് ആയി കിടക്കുന്ന അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ വയ്യാണ്ട് ഇരുന്ന തങ്കച്ചേട്ടന് നമ്മുടെ കൊല്ലം സുധി മരിച്ച സമയത്തൊന്നും ആ ചടങ്ങിൽ പങ്കെടുക്കാനോ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വരാനോ ഒന്നുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. ആളവിടെ തലകറങ്ങി ബോധം ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഈ കാശി മുക്കി എന്നുള്ളതിൽ തങ്കച്ചേട്ടൻ വരില്ല എന്ന്. അപ്പം അന്ന് ഉണ്ടായിരുന്നവരുടെ കഥയൊന്നും പറയണില്ല. അപ്പോൾ കാശി മുക്കി എന്നല്ല കേട്ടോ ഞാൻ പറയണം. അപ്പോൾ ഗിച്ചു അതിൽ ഫുഡ് കഴിച്ച വിഷയത്തെക്കുറിച്ച്, ആ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, അവനതൊരു വിഷമം ഉണ്ടായി. സ്വന്തം അച്ഛൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ആ കുഞ്ഞു ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാക്കി. ആ പാവം അതൊന്ന് പറഞ്ഞു പോയി. അതിനാണ് ഈ കിടന്നിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നത്. അപ്പം എങ്ങനെ പൂശിയിട്ടും വെളുക്കുന്നില്ല. അപ്പം രേണു ഇനിയിപ്പോൾ വെളുപ്പിക്കാൻ എന്ത് കണ്ടന്റും കൊണ്ട് വരുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയായിരിക്കും. ഇതിപ്പോൾ രേണുവിൻ്റെ സ്വന്തം ബുദ്ധിയാണോ, രേണു എൻ്റെ പാർട്ടി കുറേ പേരുണ്ടല്ലോ രേണുവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ, രേണുവിൻ്റെ ഇങ്ങനത്തെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ഇന്ന പോയിന്റ് ഉണ്ട്, ഇന്ന സാധനം നമുക്ക് വെച്ച് പ്രതികരിക്കണം, ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വെളുക്കും, ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്ന പലരും ഉണ്ട്. അതുപോലെ തന്നെ രേണു ആർമി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. രേണുവിന് ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും കുറേ പേര് വന്ന് അല്ല സപ്പോർട്ട് ചെയ്തോട്ടെ, നമ്മളെപ്പോഴും ഒരാളെ വിമർശിക്കണം എന്ന് പറയില്ലല്ലോ, സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ വേണം. പക്ഷെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഈ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ, അതായത് രേണുവിന് കിട്ടുന്നുണ്ടാവില്ല നന്നായി, അതായത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരെ കിട്ടണ്ടേ, നല്ല കാര്യത്തിനല്ലേ നന്നായി സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരെ കിട്ടുള്ളൂ. ഇങ്ങനത്തെ കാര്യത്തിന് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് രേണുവിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് ആ കിച്ചു ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് പോയി മുഴുവനായിട്ട് കാണും. അപ്പം അത് കണ്ടാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാവും. അതിൽ രേണുവിനെ കുറിച്ച് മാത്രം, രേണു ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് രേണുവിനെ കുറിച്ചല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്. ശരിക്കും അവൻ്റെ ജീവിതത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, വിഷമങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ അതായിരിക്കും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക. അവൻ്റെ കാര്യങ്ങൾ പറയണ്ടേ. രേണുവിൻ്റെ കാര്യങ്ങൾ, രേണുവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, രേണുവിൻ്റെ ഇഷ്ടത്തിന് പലതും കാണിച്ച് ജീവിക്കുന്നു, പലയിടത്തും പോകുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നു. രേണു ഇതൊക്കെ വല്ലവരോടും ചോദിച്ചിട്ട്, കുടുംബത്തും മക്കളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടൊന്നല്ലല്ലോ ചെയ്യണത്. രേണുവിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഉള്ള കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അവനും അവൻ്റെ കാര്യങ്ങൾ പറയാനും കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യമില്ലേ. രേണു എന്തൊക്കെ വന്ന് പറയുന്നു. ഈ സോഷ്യൽ മീഡിയ രേണുവിന് ചുറ്റും എപ്പോഴും ഓൺലൈൻ മീഡിയസാണ്. അത് ഇവിടുന്ന് ഇങ്ങനെ അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാവാം. രേണുവിനും അതാണല്ലോ വേണ്ടത്. രേണുവിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ കിച്ചുവിനെ പലതരത്തിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അവൻ വിളിക്കുന്ന ഫോൺ വിളികൾ, അവൻ അയച്ചു കൊടുക്കുന്ന ക്യാഷ്, ഫോൺ വിളിക്കുമ്പോൾ വീഡിയോ കോൾ വിളിച്ചുമ്പോൾ അതെ കിച്ചുമോനെ വിളിക്കുന്നത്, എന്താടാ കിച്ചു, പറയടാ കിച്ചു, അങ്ങനെ പറഞ്ഞ് കുറേ ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവനും അവൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ രേണുവിന് എന്താ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ രേണുവിൻ്റെ പകുതി കാര്യങ്ങൾ ക്ലിയർ ആവും. പക്ഷെ അത് കാണില്ലല്ലോ. രേണുവിന് അതല്ലല്ലോ വേണ്ടത്. രേണുവിനെ കുറിച്ച് ഒരാൾ ഒരു കാര്യം മിണ്ടാൻ പാടില്ല, രേണുവിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, രേണുവിനെ കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ, എല്ലാവരും രേണുവിന് സപ്പോർട്ട് ആവണം, അങ്ങനെ പല പല കാര്യങ്ങളാണ്. നാട്ടുകാർ പറഞ്ഞത് പിന്നെ രേണുവിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞപ്പോൾ രേണുവിനെ അത് സഹിക്കാൻ പറ്റണില്ല. അതാണ് ഇപ്പോൾ കാര്യം ഉണ്ടായത്. അപ്പം
ആ വീഡിയോ ദയവ് ചെയ്ത് പോയി കാണാൻ രേണു. അപ്പോൾ രേണുവിന് പകുതി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യുക. വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും പറയുന്നു, വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. പലരും പറയും ഷെഫിന ബീവി പറഞ്ഞ കാരണമാണ്, ആരാണ് തുടങ്ങി വെച്ചത്, അവളാണ് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അവനാണ് തുടങ്ങി വെച്ചത്, അതിനുള്ള മറുപടിയല്ലേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിനുള്ള മറുപടികളൊന്നല്ല രേണു കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് രേണുവിന് നന്നായി അറിയാം. അപ്പോൾ വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുകയായിരിക്കും രേണുവിന് ഏറ്റവും നല്ലത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.